യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. PTP നഗറിലുള്ള ചിൽഡ്രൻസ് പാർക്കില്ലേ, നീ അവിടെ വാ. എന്നാ ശരി. എന്താ വേണ്ടത്? നീ പോണം. ഇത് പാരയാവോ? എന്നാലും ഇപ്പൊ ഉള്ളതിനേക്കാളും വലിയൊരവസ്ഥയൊന്നും ഇനി വരാനില്ലല്ലോ. നീ ചെന്ന് അവരോട് പറ, ഈ വക കാര്യങ്ങളൊന്നും നീ അറിഞ്ഞിട്ടില്ല എന്നും പൂജ നിന്നെ ഇതിലേക്ക് മനഃപൂർവ്വം വലിച്ചഴിച്ചതാണെന്നും. അതല്ല എന്ന് നന്ദേട്ടൻ പറയാതിരിക്കാനുള്ള പണിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിലും അധികകാലത്തേക്കൊന്നും അല്ലല്ലോ. നമ്മുടെ ഈ പ്ലാൻ നടപ്പാവുന്നവരെയല്ലേ. ധൈര്യമായിട്ട് ചെല്ല്. അപ്പോ ആദ്യത്തെ ചൂണ്ടേ തന്നെ അവള് കൊത്തിയല്ലേ? അവള് പറഞ്ഞത് ഏതോ കൂട്ടുകാരിയുടെ വീട്ടിലാണെന്നാ. എനിക്ക് പക്ഷെ തോന്നുന്നില്ല. പച്ച കള്ളമായിരിക്കും. അല്ലെങ്കിൽ തന്നെ അവക്ക് എവിടുന്ന കൂട്ടുകാരി? മരുന്നിന് പോലും ഒരെണ്ണത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിലും അവളെ പോലെ സ്വാർത്ഥതയും ചതിയും കള്ളത്തരമായിട്ട് നടക്കുന്നവർക്കൊന്നും കൂട്ടുകാരികൾ ഉണ്ടാവില്ല. എന്താ ചിരിക്കുന്നേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? അല്ല, അമ്മ എത്ര പെട്ടെന്ന് അവൾക്ക് എതിരായതേന്ന് ഓർത്ത് ചിരിച്ചതാ. അല്ലാതെ പിന്നെ നീ അവക്ക് എതിരായില്ലേ? അതൂ, പക്ഷെ അമ്മ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എങ്ങനെ കാണിക്കാതിരിക്കും മധു? അമ്മാതിരി കാര്യങ്ങളല്ലേ അവള് ചെയ്തു വെച്ചിരിക്കുന്നേ. ഈ മഹേശ്വരി ആരാണെന്ന് അവള് കാണാൻ പോകുന്നേ ഉള്ളൂ. അർജുൻ അവളെ ജയിലിൽ അടയ്ക്കുന്നവരെ ഇവിടെ ഇട്ട് ഞാൻ അവളെ ശരിയാക്കും. ചെയ്തതിനെല്ലാം പകരം ഞാൻ അവളെ അനുഭവിപ്പിക്കും. അപ്പോ അമ്മ അവളെ വിളിച്ചോണ്ട് വരാൻ പോകുന്നുള്ളത് ശരി തന്നെയാണല്ലേ? എന്താ അനന്ത നിനക്കൊരു സംശയം? അങ്ങനെ മറക്കാനും പൊറുക്കാനും പറ്റിയ തെറ്റാണോ അവള് ചെയ്തത്? ഈ പകരം ചോദിക്കാനും കണക്ക് പറയാനും നമ്മൾ നിൽക്കണോ? നന്ദൻ പോലീസിന് മൊഴി കൊടുത്താൽ അവര് കേസ് അന്വേഷിക്കും, പ്രിയയെ പിടിച്ചോണ്ട് പോവുകയും ചെയ്യും. ആയിക്കോട്ടെ, എന്തായാലും അതിനും എടുക്കുമല്ലോ 2-3 ദിവസം. അത്രയെങ്കിലും ദിവസം എനിക്ക് അവളെ ഇവിടെ കിട്ടണം. പറയുമ്പോ ഇങ്ങനെയൊക്കെ പറയും. പ്രിയയാണ് ആള്. അവൾ ഇവിടെ വന്നാൽ ഈ പറയുന്ന അമ്മയെ കൊണ്ട് മാറ്റി പറയിപ്പിക്കുകയും ചെയ്യും. അത്രയ്ക്ക് തന്ത്രശാലിയാണ് അവൾ. ഇല്ല അനന്ത്, ഇനി മഹേശ്വരി മാറണമെങ്കിൽ മരിക്കണം. ആയിക്കോട്ടെ, ഞാനായിട്ട് എതിർക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, നന്ദൻ ആശുപത്രിയിലായി എന്ന് അറിഞ്ഞ നിമിഷം മുതൽ പൂജ അവിടുന്ന് മാറിയിട്ടില്ല. അവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഇവിടെ ഉണ്ടായി എന്ന് അറിഞ്ഞാൽ, മധു, നിന്നോട് പ്രത്യേകമായിട്ട് പറയുന്നു, എന്റെ സ്വഭാവം നീ അറിയും. ദൈവം തമ്പുരാൻ നേരിട്ട് വന്ന് പ്രിയയ്ക്ക് വേണ്ടി ജാമ്യം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല ആനന്ദേ. ഇത് ഞങ്ങൾ അവൾക്ക് വേണ്ടി ഒരുക്കുന്ന കെണിയാ. ആരെയൊക്കെ അവള് കൊരങ്ങ് കളിപ്പിച്ചെന്ന് ഓർമ്മയില്ല നിനക്ക്? ഈ കുടുംബത്തിലെ കുട്ടികൾ അവള് കാരണം സഹിച്ച അപമാനത്തിലുള്ള മറുപടി അവക്ക് കൊടുത്തിട്ടേ ഈ മഹേശ്വരി അവളെ ജയിലിലേക്ക് അയക്കും. അതുറപ്പാ. സ്നേഹത്തോടെ വിളിച്ചു വരുത്തി വാത്സല്യത്തോടെ വേദനിപ്പിക്കണം. എന്നാലേ അവള് പഠിക്കൂ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിയമപരമായി അർജുൻ അവൾക്കെതിരെ മുന്നോട്ട് പോവും. ആ സമയത്ത് കേസിനെ ദുർബലപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒന്നും ഉണ്ടാവരുത്. അത് ഓർമ്മയിലിരുന്ന നന്ന്. ആനന്ദേണ്ണ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. എടി, അവൻ നേരെ വാ എന്നുള്ള മട്ടല്ലേ, അത് വിട്ടേക്ക്. നീ വേഗം അവിടെ ചെന്ന് അവളെ കാണാൻ നോക്ക്. എന്നിട്ട് അവളുടെ മുത്തശ്ശി അവളെ കാത്തിരിക്കാണെന്ന് പറ. എനിക്ക് അവളെ കാണാൻ കൊതിയായിരിക്കുന്നു. സത്യമാണോ ആന്റി? മുത്തശ്ശിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലേ? മോള് വരാന്ന് സമ്മതിച്ചു എന്ന് കേട്ടപ്പോ തന്നെ മുത്തശ്ശി സന്തോഷിച്ചിരിക്കുക. എന്നെ ദേഷ്യം ഉണ്ടെങ്കിൽ മോളെ വിളിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞയക്കൂ.
സത്യമായിട്ടും മുത്തശ്ശിയാണോ എന്നെ വിളിക്കാൻ പറഞ്ഞയച്ചത്? മോക്ക് ആന്റി വിശ്വാസമില്ലേ? അതുകൊണ്ടല്ല ആന്റി, മനസ്സിൽ പോലും വിചാരിക്കാത്ത ആരോപണങ്ങളാ ഞാൻ ഈ ഇടയായിട്ട് കേൾക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാ. അതെനിക്കറിയാലോ മോളെ. അർജുനും പൂജയും കൂടി മോളെ കേസിൽ കുടുക്കി അകത്താക്കാൻ നടത്തിയ നാടകമാണെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായിട്ടുണ്ട്. ആണോ? പിന്നല്ലാതെ. രാവിലെ ആനന്ദേട്ടൻ ആശുപത്രി പോയിരുന്നു. ആരൊക്കെ ചേർന്ന നന്ദേട്ടനെ ആക്രമിച്ചെന്ന് പുള്ളിക്കാരന് ഓർമ്മയില്ലത്ര. മോളെന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല ആന്റി. എനിക്ക് തോന്നുന്നത് നന്ദേട്ടനെ ഏതെങ്കിലും കേസിൽ തോറ്റ കക്ഷികൾ ആക്രമിച്ചതായിരിക്കും. ആ സംഭവം അനുക്കുട്ടിക്കെതിരായി മാറ്റിയെടുക്കാൻ നോക്കുക അർജുൻ. ഞാൻ ആശുപത്രിയിലേക്ക് അച്ഛനെ കാണാൻ പോയിരുന്നു ആന്റി. അച്ഛൻ അവിടെ അങ്ങനെ കിടക്കുന്ന കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. ഒരു ഉമ്മ കൊടുക്കാനായി ആ നെറ്റിയിലേക്ക് ഞാനൊന്ന് തല കുനിച്ചതേ ഉള്ളൂ. മുറിയിലേക്ക് വന്ന പൂജ ഞാൻ അച്ഛനെ കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞ് അപ്പോഴാ ബഹളം വെച്ച്. ആ സാഹചര്യത്തില് ആശുപത്രിയിൽ വെച്ച് അങ്ങനെ ബഹളം വെച്ചാലുള്ള കാര്യം ആന്റി ഒന്ന് ആലോചിച്ച് നോക്ക്. അത് ശരിയാ. എല്ലാരും കൂടി മോളെ എന്തെങ്കിലും ചെയ്യാതിരുന്നത് ഭാഗ്യം. ഒരു കണക്കിനാ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടത്. അങ്ങനെയുള്ളപ്പോ ഞാൻ ആ വീട്ടിലേക്ക് വന്നാലുള്ള സ്ഥിതി എന്താവും? അതുകൊണ്ടാ ആദ്യം വിളിച്ചപ്പോ എനിക്ക് പേടിയാണെന്ന് ഞാൻ പറഞ്ഞത്. മോളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത് മുത്തശ്ശിയാ. അവിടെ പിന്നെ ചോദ്യം ചെയ്യാൻ ആർക്കാ ധൈര്യം ഉണ്ടാവാ? അനുക്കുട്ടി ഇപ്പൊ വീട്ടിലേക്ക് വന്നില്ലെങ്കിലാ കുഴപ്പാവുക. ഈ അവസരം ഉപയോഗിച്ച് പൂജ അവിടെ പറ്റുകൂടാൻ നോക്കും. അല്ലെങ്കിൽ തന്നെ ഏത് സമയവും ആശുപത്രിയിലാ അവള്. അവളെന്തിനാ ഇത്രമാത്രം കഷ്ടപ്പെട്ട് അവിടെ നിൽക്കുന്നത്? അതിന് പിന്നിൽ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മോളുടെ സ്ഥാനം നേടിയെടുക്കണം. അതെനിക്കറിയാം ആന്റി. അല്ലെങ്കിൽ പണ്ട് മുതലേ പൂജയുടെ സ്വഭാവം ഇങ്ങനെയാ. നാലാള് കാണുമെന്ന് വന്നാ അവളത് മുതലാക്കാൻ നോക്കും. എന്നാലോ കാണുന്നവർക്ക് അത് മനസ്സിലാവില്ല. അതൊക്കെ മുത്തശ്ശിക്ക് മനസ്സിലായിട്ടുണ്ട്. മോൾ ഇനി ഒന്നും ആലോചിക്കണ്ട. ധൈര്യമായിട്ട് എന്റെ കൂടെ വാ. ബാക്കി എല്ലാ കാര്യവും മധു ആന്റി നോക്കിക്കോളാം. ഉറപ്പാണല്ലോ അല്ലേ ആന്റി? എന്തിനാ മോളെ ഇനി സംശയം? സംശയമൊന്നുമില്ല ആന്റി, പേടിയാ. അതാ. ഇനി മുതല് മോൾ ആരും പേടിക്കണ്ട. അങ്ങനെയാ മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത്. പോരെ? എന്നാ പോ, വാ. അമ്മേ, മധുക്കുട്ടി ആ പ്രിയയും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരിങ്ങ് എത്തിയോ? അമ്മ പറഞ്ഞ പോലെ അവളെ ഇങ്ങ് എത്തിച്ചു അല്ലേ? ചില കണക്കുകൾ തീർത്തില്ലെങ്കിൽ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റില്ല മാധുരി. ആ, നീ വേഗം ആരതി ശരിയാക്കി ഇങ്ങോട്ട് എടുക്ക. പിന്നെ മാധുരി, നീ മുഖമൊക്കെ വീർപ്പിച്ച് ഇഷ്ടം കാണിക്കാതെ നിന്നാ മതി. എല്ലാവരും കൂടി സന്തോഷത്തോടെ സ്വീകരിക്കാൻ ചെന്നാ അവക്ക് സംശയം തോന്നും. അവളോട് ഇഷ്ടം കാണിക്കാൻ ഞാൻ വിചാരിച്ചാലും മനസ്സ് സമ്മതിക്കില്ല അമ്മേ. ആ മുഖത്ത് നോക്കി ചിരിക്കാൻ എനിക്ക് കഴിയുമെന്നും തോന്നില്ല. നന്നായി. പക്ഷേ ഞാൻ 1-2 തവണ ഒന്ന് കുത്തി പറയും കേട്ടോ. അത് മനസ്സിൽ വെച്ചേക്കരുത്. എന്റെ അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞു. സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ മനസ്സിൽ വെച്ചിട്ടില്ല. പിന്നല്ലേ കളിയാക്കി പറഞ്ഞ. അമ്മേ, അമ്മേ, ആരതിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സമയത്ത് അമ്മ പറഞ്ഞാ മതി. എന്നാ വാ.